കൺഗ്രാജുലേഷൻസ് ശ്വേത. ഇതൊരു ചരിത്ര നിയോഗമാണ്. അമ്മയുടെ തലപ്പത്ത് ആദ്യത്തെ വനിത. ഈ നിയോഗത്തെ എങ്ങനെയാണ് ശ്വേത കാണുന്നത്? താങ്ക് യു. സന്തോഷം, ഒരുപാട് സന്തോഷം. എന്താ പറയുക, നമ്മളുടെ ഒരു ഓർഗനൈസേഷനിൽ ഇത്രയും ഒരു ടൈറ്റ് എലക്ഷൻ ഇതുവരെയ്ക്കും നടന്നിട്ടില്ല. അപ്പോൾ നല്ല കഷ്ടപ്പെട്ടിട്ട് ജയിച്ച ഒരു സ്ഥാനമാണ്. ആൻഡ് ഭയങ്കര സന്തോഷം. ദേവൻ അങ്കിളായിരുന്നു എൻ്റെ കൂടെ മത്സരിക്കുന്നുണ്ടായിരുന്നത് ഈ പൊസിഷന് വേണ്ടിയിട്ട്. സോ ഐ എം വെരി ഹാപ്പി. ദേവൻ അങ്കിളുടെ അനുഗ്രഹം വാങ്ങിയിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥാനം എടുത്തതും. ആൻഡ് മൂപ്പരുടെ ഫുൾ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് മൂപ്പര് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. നോക്കൂ, ഇപ്പോൾ മലയാള സിനിമയിലെ എല്ലാ നടീനടന്മാരുടെയും സംഘടനയാണ് അമ്മ. അപ്പോൾ ശ്വേതയ്ക്ക് പേഴ്സണലി എന്താണ് തോന്നുന്നത്? ഈ പ്രധാനപ്പെട്ട ഒരു രംഗത്ത് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി എന്താണ് വിചാരിക്കുന്നത്? ഇപ്പോൾ ഒന്നും പറയാൻ ഒരു അജണ്ട ഇല്ല എൻ്റെ അടുത്ത്. ബിക്കോസ് നമ്മളിപ്പോൾ എക്സിക്യൂട്ടീവ് കൂടിയിട്ട് അതിൻ്റേതായ ചർച്ച എന്തൊക്കെയാണ് നമ്മുടേതായ അജണ്ട. നമ്മളെല്ലാവരും ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞാൽ അമ്മേനെ എങ്ങനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതേ രീതിയിൽ ഒന്നുമില്ലെങ്കിൽ ഇതിന് കുറച്ചും കൂടി ഒരു 5% നന്നായി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കൈനീട്ടമാണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും അതിൻ്റേതായ രീതിയിൽ അത് ഒരു തടസ്സമില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണേ എന്നുള്ളത് മാത്രമേ നമ്മളെല്ലാവരും ഒരു എയിമുള്ളൂ നമ്മുടെ എക്സിക്യൂട്ടീവ് ടീമിൻ്റെ. ഒപ്പം ഇപ്പോൾ 4 സ്ത്രീകളാണ് ഇതിൻ്റെ തലപ്പത്തുള്ളത്, ശ്വേത മാത്രമല്ല. ഇപ്പോൾ വനിതകളാൽ നയിക്കപ്പെടുന്ന ഒരു സംഘടന. ഈ അടുത്ത കാലത്ത് അമ്മയ്ക്കെതിരെ ഉയർന്നൊരു പ്രധാനപ്പെട്ട വിമർശനം, വനിതകളുടെ വിഷയം വരുമ്പോൾ വേണ്ടത്ര രീതിയിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാൻ കഴിയുന്നില്ല തുടങ്ങിയവയായിരുന്നു. വനിതകൾ വരുന്നതോടുകൂടി ഇതിന് മാറ്റം വരുമോ? അല്ല, അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ച് സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണ് എന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. പക്ഷേ ഒബ്വിയസ്ലി നമ്മൾ സ്ത്രീകളാവുമ്പോൾ നമുക്ക് സ്ത്രീകളുടെ പ്രോബ്ലംസോ പ്രശ്നങ്ങളോ കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാം, കുറച്ചുകൂടി നന്നായിട്ട് കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ പല വിമർശനങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. ഈ അടുത്ത് അമ്മ എന്നല്ല AMMA എന്നാണ് വിളിക്കുന്നത് മാധ്യമങ്ങളിലടക്കം. മോഹൻലാൽ അടക്കം ഇതിൻ്റെ ഭാരവാഹി സ്ഥാനത്ത് നിന്ന് മാറുന്ന സാഹചര്യം എന്താണ് എന്ന് നമുക്കറിയാം. നിരവധി വിവാദങ്ങളുണ്ടായി. ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ മാറി കുറെ കൂടി ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവാം എന്നൊരു തോന്നലുണ്ടോ ഇപ്പോൾ? അല്ല, ഒബ്വിയസ്ലി ഇതുവരെയ്ക്കും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അമ്മേനെ എന്തുകൊണ്ടാണ് സ്ത്രീകളെ മുൻതൂക്കം കൊടുക്കാത്തത്, അല്ലാതെ അവരെന്താ സ്ഥാനം കൊടുക്കാത്തത്. ഇപ്പോൾ ഇതാ അമ്മേൻ്റെ ഇതിൽ നമ്മൾ ഇലക്ഷനിൽ ഒരു ലേഡി കാൻഡിഡേറ്റ് ആയിട്ടാണ് ഞാൻ പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥിയായത്. അപ്പോൾ ഇന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഐ തിങ്ക് ഒഫീഷ്യലി അമ്മയ്ക്ക് ഒരു അമ്മ കിട്ടി. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് തീർത്തും ദൗർഭാഗ്യകരമായ, കേട്ടുകേൾവി പോലും ഇല്ലാത്ത ചില ആരോപണങ്ങൾ വന്നു. സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ഒരു കേസൊക്കെ വന്നു. അപ്പോൾ അതിനെ വിജയകരമായി നേരിട്ടു. സമൂഹം ആ സമയത്ത് ശ്വേതയുടെ കൂടെ മാധ്യമങ്ങളടക്കം നിൽക്കുകയും ചെയ്തു. ആ ഒരു ഫേസിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? അതെ. അതിന് ആദ്യമായിട്ട് എല്ലാ മീഡിയ ആൾക്കാരെ ഒരുപാട് നന്ദി. നമ്മുടെ കടപ്പാടുണ്ട്. പിന്നെ നമ്മുടെ കുടുംബപരമായ ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമേ എനിക്ക് ആ സമയത്ത് എന്താ പറയുക, ആ ഒരു പ്രതിസന്ധി എനിക്ക് കുറച്ചും കൂടി കൈകാര്യം ചെയ്യാൻ പറ്റിയത്. പക്ഷേ എലക്ഷൻ ഒരു കാരണവശാലും ഞാൻ പിൻവലിക്കില്ല എന്നുള്ള എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് അത് വേറെ കാര്യം, ഇത് കേസ് വേറെ കാര്യം. അപ്പോൾ കേസിൻ്റേതായ രീതിയിൽ ഇപ്പോൾ കോടതിയിലുണ്ട്. അപ്പോൾ അതിനെ പറ്റി എനിക്കൊന്നും ജാസ്തി പറയാൻ പറ്റില്ല. പക്ഷെ എനിക്കറിയായിരുന്നു എലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് എലക്ഷന് തടസ്സപ്പെടുത്താനാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഗോഡ് ഈസ് ഗ്രേറ്റ്. അല്ല, ആ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മത്സരിക്കുന്നതിൻ്റെ ഒരു ചുരുക്ക് തീർത്തതാണോ, അല്ലെങ്കിൽ ഈ ശ്വേത മത്സരിച്ച് ജയിക്കാൻ പാടില്ല, അത് തടയണം എന്നുള്ള നിലയ്ക്കുള്ള ഒരു കളി നടന്നു? പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. അത് ഇപ്പോൾ കേസ് കോടതിയിലാണ്. എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ
ഉന്നയിച്ചു. എന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെ ആവാം. ബിക്കോസ് ഇതുവരെയ്ക്കും ഇല്ലാത്തൊരു കേസ് ഇപ്പോൾ എന്തുകൊണ്ട് വന്നു, അതും 10-12 വർഷം മുമ്പേ ചെയ്തൊരു സിനിമ. പിന്നെ എന്താ പറയുക, എൻ്റെ ആഡ്സ് ആണെങ്കിലും 96 വന്ന ആഡ്, അതിനെ പറ്റി ഇന്ന് 2025 സംസാരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഇടക്കാലത്ത് അമ്മയിൽ നിന്ന് ഒരു വിഭാഗം ചലച്ചിത്ര നടിമാർ പുറത്തേക്ക് പോയി. അമ്മയിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്ന് ആരോപിച്ചാണ് അവർ പുറത്തിറങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം ആ ഒരു ഘട്ടം. ഇപ്പോൾ പാർവതി തെരുവോത്തും റിമ കല്ലിങ്കലും അടക്കമുള്ള ആളുകൾ അമ്മയിൽ നിന്ന് രാജിവെച്ചു. അവർ അമ്മയ്ക്കകത്തു നിന്ന് ഫൈറ്റ് ചെയ്തതിന് ശേഷമാണ് പുറത്തിറങ്ങിയത്. ഈ പുറത്തുപോയ ആളുകളുണ്ടല്ലോ, ഈ പുറത്തുപോയ ആളുകൾക്ക് സംഘടനയിലേക്ക് തിരികെ വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുമോ? മോസ്റ്റ് വെൽക്കം. അവരുടെ ഫാമിലി തന്നെയാണ്, അത് മോസ്റ്റ് വെൽക്കം. എന്നെ സംബന്ധിച്ച് അവരെൻ്റെ കലീഗ്സാണ്. അപ്പോൾ അത് എന്തായാലും ഞാൻ അത് തെറ്റിദ്ധരിക്കുന്നില്ല. മീൻസ് അവരെ റോങ് ആയിട്ടൊന്നും ഞാൻ അവരെ കണ്ടിട്ടില്ല. അവരെൻ്റെ കലീഗ്സാണ്, അവരെൻ്റെ ഫ്രണ്ട്സാണ്, അവർ അമ്മേൻ്റെ ഭാഗമായിരുന്നു. എന്നെ സംബന്ധിച്ച് അവരിന്നും അമ്മേൻ്റെ ഭാഗമാണ്. ആൻഡ് ദേ ആർ മോസ്റ്റ് വെൽക്കം. അല്ല, ഓക്കെ. പക്ഷേ ഈ അമ്മ വിട്ട് പോയ ആളുകൾ അനീതി ചൂണ്ടിക്കാണിച്ചാണ് പോയത്. അപ്പോൾ ഇനി ഒരു അനീതി ഉണ്ടാകില്ല എന്ന് അവരോടൊക്കെ ഉറപ്പ് കൊടുക്കുകയും ഇപ്പോൾ ഇവിടെ പറയുന്നു എന്നുള്ളതിനപ്പുറത്ത് അവരെ പേഴ്സണലി വിളിച്ച്, റിമ അടക്കമുള്ള അല്ലെങ്കിൽ പാർവതി അടക്കമുള്ള ആളുകളെ പേഴ്സണലി വിളിച്ച് സ്വാഗതം ചെയ്യും. എനിക്ക് അവരല്ലാതെ ഇന്ന് രാവിലെ എന്നെ അവരെല്ലാവരും വിഷ് തന്നിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരും അവരുടേതായ രീതിയിൽ അവരെല്ലാവരും പേഴ്സണലി നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്, അത് മനസ്സിലാക്കണം. പിന്നെ ഈ സ്ത്രീകൾക്കുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ അവർ നേരിടുന്ന പോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ അമ്മയിൽ ഇപ്പോഴും ഉണ്ട് നേരിടുന്നത്. അത് അതിൻ്റേതായ രീതിയിൽ അവർ എന്താ പറയുക, ഫൈറ്റ് ചെയ്തേ പറ്റൂ. എന്നെ സംബന്ധിച്ച് ഏത് ഓർഗനൈസേഷനും നമ്മൾ സപ്പോർട്ട് ചെയ്താലും ഞാൻ എപ്പോഴും പറയുന്നത്, സ്ത്രീ എന്ന നിലയിൽ സ്ത്രീ എപ്പോഴും ഫൈറ്റ് ചെയ്യണം. പക്ഷേ ഇന്ന് ഞാൻ അമ്മാൻ്റെ തലപ്പത്ത് വന്നുകൊണ്ട് ഞാൻ പറയാണ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യും. യെസ്. ഒപ്പം ഇത് ഈ സ്ത്രീകളുടെ വിജയമായിട്ടാണോ ശ്രീമതി ശ്വേതാ മേനോൻ ഈ വിജയത്തെ കാണുന്നത്? തുടർന്ന് അങ്ങോട്ടുള്ള ഉത്തരവാദിത്വം അടക്കം സ്ത്രീകളുടെ വിജയമായിട്ടാണോ കാണുന്നത്? യെസ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഫൈൻ. നമ്മളോട് സംസാരിച്ചതിന് വളരെ നന്ദി.